ഇത്ര സമയവും നമ്മൾ ചർച്ച ചെയ്തിട്ട് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടില്ല എന്നതാണ്. നമ്മളെന്താ പറയുന്നത്, അയാളെന്താ പറയുന്നത്, ഇതൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല, ഇതെവിടെയും മനസ്സിലായിട്ടില്ല, എന്താണ് ഈ പറയുന്നത് എന്ന് തന്നെ തിരിഞ്ഞിട്ടില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വിചിത്രമായ സംഗതി. എനിക്ക് പറഞ്ഞ മാതിരി ഇതന്നെ വിചിത്രമായിട്ടുള്ള ഒരു സംഗതി. ഇജ്ജ് എന്താ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. ഞാൻ മതിലേക്ക് മാത്രമല്ല, വേറെ ഇതേപോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും. അവർക്ക് ആർക്കും ഞാൻ ചോദിച്ചവർക്കൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. ഇതന്നെയാണ് പ്രശ്നം. അൻ്റെത് പിന്നെയും ഇരുന്ന് കേട്ടു വെക്കുക, ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. എനിക്ക് ബാക്കി പറയും, നമുക്ക് അതൊന്ന് കേട്ടോക്കാം. നമ്മൾ ആദ്യം അയാളുടെ ആ വാദത്തെ കുറിച്ച് പറയുന്ന ഭാഗം അതാദ്യം നമുക്കൊന്ന് കേട്ട് വിഷയത്തിലേക്ക് വരാം. അദ്ദേഹം ഒന്ന് ഈ കഴിഞ്ഞ സംസാരത്തിൽ വന്നതാണ്, ഞങ്ങൾക്ക് സമ്മാനം വേണ്ട വെച്ച് ലാസ്റ്റ് വന്ന ആ പ്രസംഗം, അതിനെയാണ് നമ്മൾ ഇന്ന് ഗണിക്കുന്നത്. അദ്ദേഹം പറയട്ടെ. മുഹാലാണ്, അസംഭവ്യമാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറയുന്നത് മുംകിനാണ്, തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് അവനിൽ നിന്ന് അത് ശരിയായി വന്നിട്ടില്ല, അത് സ്വഹിയായി വന്നിട്ടില്ല. ഇതൊക്കെ നമ്മുടെ വാദമാണ്. ഇങ്ങനെയൊന്നും അല്ല ഉഷാദ് നിങ്ങളുടെ വാദം. വാദമൊക്കെ ഒന്ന് മാറ്റിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാമോ? നടക്കൂല. പറഞ്ഞു വെച്ച തെളിവുകളൊക്കെ ഇവിടെ ഉണ്ട്. എന്താ പറഞ്ഞത്? ഇബ്ലീസ് മുസ്ലിമാകൽ മുംകിനാണ് എന്ന് പറഞ്ഞാൽ അത് സാധ്യമായ കാര്യമാണ്. തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കില്ല എന്നല്ല പറഞ്ഞത്. സ്പെഷ്യൽ ഇടപെടലുണ്ടായാൽ ഇബ്ലീസും മുസ്ലിമാകും എന്നാണ് ഷാറാൻ ഇമാം അതിനെ ഗണിച്ചത്. ഇബ്ലീസ് മുസ്ലിമാകുക എന്നത് സ്വഹീഹല്ല, അത് സംഭവിക്കുന്ന കാര്യമല്ല. അതാണ് കിതാബിൽ പറഞ്ഞത് മുഴുവനും. എന്നിട്ടോ പിന്നെ ആവർത്തിച്ച് പറയുന്നത് ഈ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് സംഭവിക്കില്ല എന്ന് ചെല്ലാൻ സംഭവിക്കില്ല എന്നതല്ലേ ഞാൻ ഈ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ വാദം ആ ചെല്ലാൻ പാടിയ പാട്ട് തന്നെ എന്താ? വേണ്ടി വന്നാൽ മണവൂരിന്റെ കൊടി ഇബ്ലീസ് പിടിക്കുമെന്നാണ്, സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഷാറാൻ ഇമാം പറയുന്നത് സംഭവിക്കില്ല എന്നാണ്. ഇതിനോ ഷാറാൻ ഇമാം എന്താ പറയുന്നത്? മൂപ്പർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഇബ്ലീസിന്റെ ആളുകളൊക്കെ നന്നായതിന് ഒരുപാട് തെളിവുണ്ട്. ഇബ്ലീസ് നന്നാവുക എന്നത് അതിന് സിഹത്ത്. അപ്പോ ഉഷാദെ ആരിസ്മദിന തന്നെ പറഞ്ഞത്, അതിലപ്പുറം അയാളൊന്നും കൂട്ടിയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയാണ് എന്നുള്ളത് അവിടെ പറഞ്ഞു തരാം. വളരെ വ്യക്തമാണ്. ഇതെന്താ പ്രശ്നമുള്ളത്? ഇതെടുത്ത് കേൾപ്പിച്ചിട്ട് എന്താ പറയുന്നത്? അയാൾക്ക് ഈ വിഷയത്തിൽ എന്താണ് നമ്മൾ പറഞ്ഞത് തന്നെ അറിയാതെ ആകെ ഒരു വട്ടായ അവസ്ഥയിലാണ്. എന്തോ ഒരു അന്തക്കേട് സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവില്ല. വിഷയങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയാതെ ഖണ്ഡനത്തിന് വന്നാൽ ഇതാവസ്ഥ. എല്ലടോ ഇജ്ജ പറഞ്ഞതന്നെയല്ല അയാളാ പറഞ്ഞത്. എന്താണ് ഉഷാദ ജി തലക്ക് വെളിവില്ലാതെ ഇജ്ജാണേറ്റോ ഓരോന്ന് വിളിച്ചു പറയണം. അയാളല്ലല്ലോ. അനക്കിപ്പോ എന്താ പറ്റിയത്? ഇജ്ജ് പറഞ്ഞു കുടുങ്ങിയതല്ലേ? ഇനി ബാക്കി കൂടി പറയും. നമ്മൾ പറഞ്ഞത് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ 3 ഘട്ടങ്ങളിലായി പറഞ്ഞു തരാം. മനസ്സിലാക്കാം ഈ പോയത്തും. ഒന്ന്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അടക്കമുള്ള ഏത് തക്ലീഫ് അല്ലാഹു തആല കൽപ്പിക്കപ്പെടുന്ന ആളുകളും അവർക്കൊക്കെയും ഈമാൻ കൊള്ളാനുള്ള സാധ്യത ഉണ്ട്. ആ സാധ്യത ഉള്ളത് കൊണ്ടാണ് അള്ളാഹു അവരോട് കൽപ്പിച്ചത്. അതായത് ഇബ്ലീസ് മുഅ്മിനാവാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മുഹാലല്ല, അസംഭവ്യമല്ല. ഇതാണ് നമ്മൾ അടിസ്ഥാന വാദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലെവലില്ലാതാക്കിയല്ലോ. അയാൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. ജി പറഞ്ഞ അതേ കാര്യം തന്നെ ആരിസ്മദിനെ എന്നോട് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ജി ഇപ്പൊ പറഞ്ഞ എന്താണ് ഉഷാദെ? നൗഷാദ് ഇതിന് പുറകെ കിതാബ് ഓതൊന്നും വേണ്ടടാ. ഇതിനെ പോലത്തെ സാധാരണക്കാർക്ക് മനസ്സിലാവും ഇതൊക്കെ. നിങ്ങൾ ഇത് അർത്ഥം മലയാളത്തിലല്ലേ പറഞ്ഞത്? ഇത് ഞാൻ തിരിയുണ്ടോ? ജി ഇങ്ങനെ അന്തക്കടാവല്ലേ. ബാക്കി പറയാം. ഒന്നാമത്തത്, മുഅ്മിനാവുക എന്നത് അസാധ്യമാണ് എന്ന് പറയാൻ പാടില്ല, മുഹാലാണ് എന്ന് പറയാൻ പാടില്ല, അത് മുംകിനാണ്. 2, തൗഫീഖ് എന്നത് വേറെയാണ്. തൗഫീഖ് എന്ന് പറയുന്നത് മുംകിനായ സാധ്യമായ ഒരു കാര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് ഒരു ഭാഗ്യം കിട്ടിയിട്ട് അത് ചെയ്യുക, അതാണ് തൗഫീഖ് എന്ന് പറയുന്നത്. സാധ്യമായ കാര്യമായതുകൊണ്ട് തൗഫീഖ് ഉണ്ടാകണം എന്നില്ല. ഇനി ഉദാഹരണം പറഞ്ഞിരുന്നു, മുസ്ലിം ജമാഅത്തുകാർ കാലഘട്ടത്തിലെ മശായിഖന്മാരുടെ സമീപത്തെത്തിയിട്ട് നന്നാവുക എന്നത് മുംകിനാണ്, സാധ്യമായതാണ്, മുഹാലൊന്നുമല്ല. അതേ സമയത്ത് അവർക്ക് അതിന് തൗഫീഖ് ഇല്ല, അതുകൊണ്ട് അവർ ചെയ്യുന്നില്ല. അപ്പൊ മുംകിനാണ്, മുഹാലല്ല, അസംഭവ്യമല്ല. 2ാമത്തെ വാദം എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി വരുന്ന വാദം, എന്നാൽ തൗഫീഖ് ഇല്ലാത്തത് കൊണ്ട് അവനിൽ നിന്ന് അത് സംഭവിച്ചിട്ടില്ല. 3ാമത്തത്, എന്താ ഈ 2ാമത്തെ ഉദാഹരണം എന്താ പറഞ്ഞത്? ഒരു കാര്യം സംഭവിക്കുന്നതാണ്. എന്റെ രീതി ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം സംഭവിക്കുന്നതാണ്. എന്ത്? ഇബ്ലീസ് മുസ്ലിം ആവുക എന്നുള്ളൊരു കാര്യം അല്ലേ? അതല്ലേ ഈ പറഞ്ഞത്? അത് സംഭവിക്കുന്നതാണ്. അതിനൊരു മുസ്ലിം ജമാഅത്തിനൊക്കെ ഇവിടെ ഉദാഹരണം പറഞ്ഞു. പക്ഷെ തൗഫീഖ് ഇല്ല എന്നതുള്ളത് കൊണ്ട് അത് സംഭവിച്ചിട്ടില്ല, അങ്ങനെ സംഭവിക്കൂല എന്നുള്ള രീതിയിലാണ് ഇത് പിന്നെ വരുന്നത്. ഞാൻ ഒരു വീഡിയോ ഇതിന് മുമ്പ് പറയുന്നു ഈ വിഷയത്തിൽ ഇതേ കാര്യം തന്നെ ഇത് പിന്നെയും പറയുന്നത് അല്ലേ? ആരിസ്മദിനെ അതെടുത്തിട്ട് തന്നെയല്ലേ വരുന്നത്? ഈ ഒന്ന് പറയും, എന്നിട്ട് നേരെ അത് അപ്പം തന്നെ നിങ്ങൾ തിരിച്ചും പറയും. ഇനി അടുത്തെന്താ അത് പറയാം, കേട്ടോ. തൗഫീഖ് ഉണ്ടാവുക എന്നത് സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് വരുന്ന ഒരു സംഗതിയാണ്. അങ്ങനെ വന്നാൽ സംഭവിക്കാം. ഈ 3 വാദമാണ് നമ്മൾ. അപ്പോൾ എന്ത് ചെയ്യാണ്? ഒരു സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ തൗഫീഖിനൊക്കെ മറികടക്കാം എന്നുള്ളതാണ് ജിബി പറഞ്ഞു തരുന്നത് അല്ലേ? അപ്പോൾ അതാണ്ട് തൗഫീഖൊന്നും പിന്നെ അവിടെ ആവശ്യമില്ല, ഒരു സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടായാൽ എന്നുള്ള രീതിയിലാണ് ഇത് പറഞ്ഞു വരുന്നത്. മുമ്പ് ഞാൻ തന്നെ പറഞ്ഞത്. പക്ഷെ ഇപ്പോൾ വേറൊരു കാര്യം കൂടി ഇതിൽ കൂട്ടിയിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വരാം. ഈ ഇബ്ലീസിന്റെ അനുയായി നൗഷാദിനെ, ഈ സാധാരണക്കാരനായിരിക്കുന്ന ഞാനൊന്ന് പഠിപ്പിച്ചോക്കട്ടെ. നൗഷാദ് പറയാം. പിന്നെ എന്തുകൊണ്ട് അവരാകുന്നില്ല? തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടാണ്. തൗഫീഖ് ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് മാറും എപ്പോ? സ്പെഷ്യൽ ഇടപെടൽ. ഇപ്പം പറഞ്ഞ വ്യക്തമായിട്ട് കേട്ടില്ലേ?
തൗഫീഖില്ല. അതുകൊണ്ടാണ് ഇബ്ലീസ് നന്നാവാത്തത്. ഒരു സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ അത് തിരിച്ച് സംഭവിക്കും എന്നാണ് ഓൻ പറഞ്ഞതിന്റെ ഒരു ചുരുക്കം. ബാക്കി കൂടി ഇനി പറയാം. വരുമ്പോൾ ഇതാണ് മടവൂർ ശൈഖുനെ കുറിച്ചുള്ള ആ പാട്ടിലുള്ളത്. അതിലും പറഞ്ഞാലല്ലേ വേണ്ടി വന്നാൽ എന്നല്ലേ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇടപെടൽ വന്നാൽ അങ്ങനെ സംഭവിക്കും. ഇതുപോലെ റിഫായി മലയിലുള്ള പോലെ അതാണ് നമ്മുടെ അടിത്തറ. ഇബ്ലീസ് അവരെ ചതിഫാനായി ചെന്നാരെ ഇഫൽ നീ എന്നെ തുടരെന്ന് ചൊന്നോവർ. നിങ്ങൾ ഈ പറയുന്ന സംഭവം ഉണ്ടല്ലോ, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ അടിത്തറയായ മാലയാണ് നിങ്ങൾ ഗണിക്കുന്നത്. ഇഫൽ നീ എന്നെ തുടരൂ എന്ന് റിഫായി ഷെയ്ഖ് പറഞ്ഞതാണ്. എങ്കിലോ നിന്നെ ഞാൻ ഔവലി മഖാമിൽ എന്ന് പറഞ്ഞാൽ ഏത് സ്ഥാനത്താണോ ആദ്യം ഉണ്ടായിട്ട് അതിന്റെ ഔവലി മഖാമിൽ എത്തിച്ചു തരും എന്ന് കരുതി പറഞ്ഞോവർന്നാണ്. എന്നിട്ട് റിഫായി ഷെയ്ഖ് പറഞ്ഞത് ഇബ്ലീസ് കേട്ടോ, അങ്ങനെ സംഭവിച്ചോ? എന്തിയെ ഇജ്ജ് പറഞ്ഞ സ്പെഷ്യൽ ഇടപെടൽ ഇവിടെ ഇല്ലാതിരുന്നു? നൗഷാദ് ഇജ്ജ് പറയും. ഇജ്ജ് പറഞ്ഞല്ലോ ഒരു സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടെങ്കിൽ സംഭവിക്കുന്നു. ഇവിടെ റിഫായി ഷെയ്ഖ് ഉപദേശിക്കുകയും ചെയ്തു ഇബ്ലീസിനെ. എന്തുകൊണ്ട് എന്നിട്ട് എന്ത് ചെയ്തു? ആ സ്പെഷ്യൽ ഇടപെടൽ ഇവിടെ ഇല്ലാതിരുന്നു. അതെന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അള്ളാന്റെ തൗഫീഖ് ആർക്കില്ല? ഇബ്ലീസിനില്ല. നന്നാവാനുള്ള വകുപ്പ് ഇബ്ലീസിനില്ല എന്നുള്ളതുകൊണ്ടാണ്. അതാണ് ഇവിടെ സുന്നികൾ മനസ്സിലാക്കുന്നത്. ഞാൻ എന്നെ പഠിപ്പിച്ചത് അതൊക്കെ കേട്ടോ. ഇതിന് വലിയ കിതാബൊന്നും വേണ്ട. നിങ്ങൾ ഈ പറഞ്ഞത് കേൾക്കാനുള്ള ഒരു ഇതുണ്ടല്ലോ, അതിങ്ങനെ ഉണ്ടായാൽ തന്നെ ഇതിനൊക്കെ മറുപടി അറിയാൻ പറ്റും. ബാക്കി പറയാം. എന്തെങ്കിലും തമാശക്ക് പറഞ്ഞതല്ല. അപ്പൊ റിഫായി ഷെയ്ഖ് പറഞ്ഞതും മടവൂർ ഷെയ്ഖുന പറഞ്ഞതും ഇതൊക്കെ ലോകത്ത് സംഭവിക്കുക. സ്പെഷ്യൽ ഇടപെടൽ വേണം. അതിന് ആ ഇബ്ലീസ് അടക്കമുള്ളവർ ചെയ്ത് കൊടുക്കേണ്ട ചില സംഗതികൾ അവർ ചെയ്താൽ സ്പെഷ്യൽ ഇടപെടൽ നടക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് വാദേനിയെങ്കിൽ ഈ പൊട്ടത്തരം നിർത്ത്. ഇയാൾക്ക് ഇങ്ങനെ ആകെ വട്ടായിട്ടുണ്ട്. ഒന്ന് പറയാം തൗഫീഖ് ഇല്ല എന്ന് പറയാം, പിന്നെ സ്പെഷ്യൽ ഇടപെടൽ എന്ന് പറയാം. ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ്. ഒക്കെ ജനന് പറയുന്നത് അയാളല്ല. തൗഫീഖ് ഇല്ല എന്ന് ജന പറയുന്നത്, സ്പെഷ്യൽ ഇടപെടലിന്റെ കാര്യം ഇത് തന്നെ പറയുന്നത്. എല്ലാം പറഞ്ഞു വരുന്നത് ജനൻ വേറെ ആരുമല്ല. അത് മറ്റുള്ളവരങ്ങനെ എടുത്തു പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്നിട്ട് മറ്റുള്ളവരെ പൊട്ടനാക്കണ്ട. ഇജ്ജാണ് ഇവിടെ പറഞ്ഞു കുടുങ്ങിയതിന്. പക്ഷെ അതെ ഇജ്ജ് അത് സമ്മതിക്കൂലെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ അത് കേൾക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരതിന്റെ പോയത്തൊന്നും മനസ്സിലാക്കണ്ടേ എന്ന് കരുതിയിട്ടാണ് ഈ ചെയ്യുന്നത്. ബാക്കി പറയും ഏതായാലും. അപ്പൊ അത് ആദ്യം ഒന്ന് തഹ്ഖീഖ്, ഷഹറാനി ഇമാമിന്റെ കിതാബൊക്കെ പറഞ്ഞിരുന്നുണ്ട്. ആദ്യം വാദം ഒന്ന് തഹ്ഖീഖ് ചെയ്യാം. ഇനി അയാൾ ഒന്നുകൂടി കൊടുക്കാതെ ഒന്നുകൂടി അയാൾ പറയുന്നത് വാദം ക്ലിയർ ആവാത്ത ഭയങ്കര പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അയാൾക്ക്. അപ്പൊ അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വരുന്നത്. അവരുടെ ഇല്ലേ എന്നതാണ്. നിങ്ങളുടെ പാട്ടുകാരൻ പാടിയത് മടവൂരിന്റെ പൊടി പിടിക്കും എന്നാണ്, സംഭവിക്കും എന്നാണ്. നിങ്ങളും പറഞ്ഞത് സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടായാൽ സംഭവിക്കും എന്നാണ്. മുംകിനാണോ മുഹാലാണോ എന്നാണ് ചർച്ച. ഇതിൽ പറയുന്നത് അങ്ങനെ ഇവിടെ സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പരാജിതരായി വരുന്ന ആളുകളുണ്ട്, അവരുടെ കാര്യം അത് ഒരുപാട് എടുത്ത് പറഞ്ഞതാണല്ലോ, പരാജയപ്പെട്ട ആളുകളുടെ അവസ്ഥ അതൊക്കെ വെറുതെ ആയി പോകും. അത് പറയുമ്പോഴേക്ക് അത് സംഭവിക്കുക എന്നത് മുഹാലാണെന്ന് അർത്ഥം വെച്ചതാ പ്രശ്നമായത്. ഒരു പ്രശ്നമില്ല. അതൊക്കെ നൗഷാദ് വെറുതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അടിതപ്പാൻ പച്ച നോബറിയുന്ന നൗഷാദെ, നിങ്ങൾ ഈ പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് ഇബ്ലീസ് മുസ്ലിം ആയി പോയാൽ അല്ലാഹു തആല പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ, പരാജിതരായ ആളുകളുടെ കാര്യങ്ങളൊക്കെ അതൊക്കെ വെറുതെ ആയി പോകും. അപ്പൊ അള്ള പറഞ്ഞൊരു കാര്യം വെറുതെ ആകാൻ പറ്റുമോ? പറ്റില്ല. അതുകൊണ്ട് മുഹാലാവുകയാണ്. എന്താ ചെയ്യാ? ഈ പറഞ്ഞതിന്റെ ആകത്തുക ഇപ്പോ ആരിസ് മദനി വളരെ വ്യക്തമായിട്ട് ജന്നെ കേൾപ്പിക്കണം. ആരിസ് മദനിയുടെ ആ വീഡിയോ അതിലെന്താ ആരിസ് മദനി പറഞ്ഞത്? ഇങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കാൻ പോകുന്ന അപകടങ്ങൾ എന്താണ്? പരിശുദ്ധ ഖുർആൻ പോലും മാറ്റിവെക്കേണ്ടി വരും അല്ലേ? അന്ത്യദിനം വരെയൊക്കെ ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആന് ഓതാൻ പറ്റുമോ? ഇതൊന്ന് ആലോചിച്ചോക്കാ നൗഷാദേ. പരിശുദ്ധ ഖുർആന് പിന്നെ മുസ്ലിംക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാല് ഒരു സ്പെഷ്യൽ ഇടപെടൽ മൂലം ഇബ്ലീസ് സ്വർഗത്തിലായാലും എന്തായിരിക്കും അവസ്ഥ? ഒന്ന് ആലോചിച്ച് നോക്കാൻ നൗഷാദ്. അള്ളാഹ് തന്നെ പറയണോ എനിക്ക് തൗഫീഖ് അതിനില്ലാന്ന്. എടാ ചെങ്ങായി, ഇത്ര അന്തക്കടായോ? അറിയായിട്ട് ചോദിക്കാം. ഞാൻ സാധാരണക്കാരനാണ് കൂടി ചോദിക്കുന്നത്. ഒന്നുമില്ല, ഇത്ര വലിപ്പല്ലടോ ജി. ബാക്കി പറയാം. അയാൾക്ക് ഇനിയും ഈ വിഷയത്തിന്റെ കാതലായ ഭാഗം മനസ്സിലായിട്ടില്ല എന്നതാണ്. സ്പെഷ്യൽ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് തിരിഞ്ഞിട്ടില്ല. സ്പെഷ്യൽ ഇടപെടൽ എന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ സ്ഥിരപ്പെട്ട കാര്യത്തെ തിരുത്തുന്നതാണ് സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് സംഭവിക്കുന്നത്. ആയത്തുകൾ വന്നിട്ടുണ്ട്, ഹദീസുകൾ വന്നിട്ടുണ്ട്, അതിലൂടെ തർക്കല്ല. ഇപ്പോനെ ഇവിടേക്കെത്തി ഓരോ വിഷയം മാറ്റി കേട്ടോ. നേരത്തെ സ്ഥിരപ്പെട്ട കാര്യങ്ങൾ തിരുത്തത്രേ, അതാണ് സ്പെഷ്യൽ ഇടപെടൽ എന്ന് പറഞ്ഞാല്. അപ്പൊ അള്ളാഹു മുൻകൂട്ടി കണക്കാക്കി വെച്ച കാര്യങ്ങളുണ്ടല്ലോ, അത് തിരുത്തലാണ് ഈ സ്പെഷ്യൽ ഇടപെടൽ കൊണ്ട് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, റിഫായി ഷെയ്ഖ് അവിടെ ഒരു സ്പെഷ്യൽ ഇടപെടൽ എന്തുകൊണ്ട് നടത്തിയില്ല? അല്ലെങ്കിൽ അവിടെ നടത്തിക്കൂടായിരുന്നില്ല ഇബ്ലീസിനെ നന്നാക്കാൻ വേണ്ടിയിട്ട്? അപ്പൊ അതെന്തുകൊണ്ട് നടത്തിയില്ല? ഉഷാദിക്ക് പറഞ്ഞല്ലോ, അള്ളാഹിന്റെ തൗഫീഖ് ഇബ്ലീസിന് ഇല്ലാത്തത് കൊണ്ട് നടത്താതിരുന്നതാണ്. അതാണ് നമ്മൾ ഇതിനൊക്കെ മനസ്സിലാക്കുന്നത്. ഓനക്ക് അന്ത്യദിനം വരെ അതിനുള്ള തൗഫീഖ് ഇല്ലടോ. ഇത് വല്ലാത്ത കാര്യം. അല്ലാഹു ബാക്കി പറയാം. എന്തായാലും എനിക്ക് ഇങ്ങനെ മറുപടി പറയാൻ ഭയങ്കര രസമായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ തന്നെ പറഞ്ഞുതരാം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയെ സംബന്ധിച്ച് ആയത്തുകൾ വന്നിട്ടുണ്ട്, ഹദീസുകളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ആ ആയത്തുകളും ഹദീസുകളും ഒക്കെ ലോകത്തോട് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതേ വഹിയിൽ അറിയിച്ച ഒരു സംഗതി കൂടിയുണ്ട്. അതാണ് നമ്മൾ പൂർത്തിയായി പഠിക്കണം. ഇബ്ലീസ് മൽഊനാണ്, ശപിക്കപ്പെട്ടവനാണ്.
ആ ഓൻ എന്നും നരകത്തിലാണ് എന്ന് പറഞ്ഞ അള്ള തന്നെയാണ് തൗബത്തുഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. അവന്റെ തൗബ ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. അപ്പൊ തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. തൗബ ചെയ്താൽ അത് സ്വീകരിച്ച് നേരത്തെ പറഞ്ഞതൊക്കെ അള്ളാഹു മാറ്റിക്കൊടുക്കും. യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. നോക്കാൻ നിങ്ങൾ പറയുന്നു. അപ്പോ അള്ളാഹ് ഇബ്ലീസിനോട് പറഞ്ഞിട്ടുണ്ട് ഇത്ര തൗബ ചെയ്യാൻ. അങ്ങനെ ഇബ്ലീസ് തൗബ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു ഇതൊക്കെ മാറ്റി കൊടുക്കും. അപ്പൊ ഇനി തൗബ എന്നൊക്കെ കിടക്കുന്നത് ഇബ്ലീസിന്റെ തൗബ. പക്ഷെ അത് ഇജ്ജ് ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്റെ സ്വന്തം മനിയായിരിക്കുന്ന ഇബ്ലീസ് തൗബ ചെയ്യൂ. അല്ലാതെ ചെങ്ങായി അണക്കൊന്ന് തൗബ ചെയ്ത് നന്നായിക്കൂടെ അറിയിച്ചു വെക്കുക. ഈ പണ്ഡിതന്മാരും ഉസ്താദുമാരും ഒക്കെ കുറ്റം പറഞ്ഞ് നടക്കല്ലേ ചെയ്യും. അല്ല ഇജ്ജ് നേരം ഒപ്പില്ല, എന്റെ ഒപ്പം ഇബ്ലീസ് ആണല്ലോ അല്ലേ. ബാക്കി പറയും. അപ്പൊ അള്ളാഹനെ അറിയിച്ചാൽ അതിനെന്താ താങ്കൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ലല്ലോ? ഇവിടുത്തെ വിഷയം അതല്ലേ. നമ്മൾ പറയുന്നത് ശരിക്കും നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് അള്ളാഹുവിന്റെ കഴിവിനെയാണ്. നിങ്ങൾക്ക് എന്താ പേര് ബേജാറ്? യംഹുല്ലാഹു മാ യശാ വയുസ്ബിത് വഇൻദഹു ഉമ്മുൽ കിതാബ്. ഇത് അള്ളാഹു പറഞ്ഞതാണ്. അത് അള്ളാഹിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. അള്ളാഹു തആല അവന് ഇഷ്ടമുള്ളതിനെ മായ്ച്ചു കളയും, ഇഷ്ടമുള്ളതിനെ സ്ഥിരപ്പെടുത്തും. അവന്റെ കയ്യിലാണ് ഉമ്മുൽ കിതാബ്. അവന്റെ അധികാരത്തിൽപ്പെട്ടതല്ലേ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തുകളിലൂടെ പറഞ്ഞു. അത് ഷഹ്റാൻ ഇമാം പറഞ്ഞിട്ടുണ്ട്, നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ തർക്കം? പക്ഷെ സ്പെഷ്യൽ ഇടപെടൽ വരില്ല എന്ന് ഷഹ്റാൻ ഇമാം പറഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാര്യം. ഒരു സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടായാൽ അള്ളാഹു മുഴുവൻ മായ്ച്ചു കളയുന്ന അള്ളാഹു എവിടെയും പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ അതെ, അത് മാത്രമേ തന്നോട് അവസാനമായിട്ട് ചോദിക്കാതെ. ഈ പറയുന്നല്ലോ ഒരു സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടായത് ഇത് മൊത്തം പിന്നെ അങ്ങനെ ആക്കും, അള്ളാഹ്ക്ക് ഇങ്ങനെ ആക്കാൻ പറ്റുന്നു. അങ്ങനെ ഒരു സ്പെഷ്യൽ ഇടപെടൽ ഉണ്ടായാൽ അള്ളാഹു ഇത് മൊത്തം ഞാൻ മാറ്റിമറിക്കും, ഖുർആൻ ഞാൻ മാറ്റിമറിക്കും, ഈ പറഞ്ഞത് മാറ്റിമറിക്കും, ഇബ്ലീസിനെ സ്വർഗത്തിലാക്കും, ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ അതെ എന്താ ഈ തലക്ക് വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറയുന്നത് ചെങ്ങായി. ഈ എന്നെ ഇവിടെ ആദ്യം എന്താ പറഞ്ഞത്? എന്തൊക്കെ വൈരുദ്ധ്യതരുടെ കാര്യം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ഞമ്മക്കാർക്കും മനസ്സിലാവില്ല. ഇത് ആരിസ് മദനിക്ക് മനസ്സിലായിട്ടില്ല, ഇത് കേൾക്കുന്ന കുറെ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. മൊത്തത്തില് അന്റെ ആഫീസ് പൂട്ടിക്കണം എന്നുള്ള കാര്യമാണ് ഇതിന് ഞങ്ങൾക്കൊക്കെ തിരിക്കുന്നത്. ഇങ്ങനെ തലക്കിഞ്ഞ് വെളിവില്ലാതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് നടക്കുകയും ചെയ്യും. അതിങ്ങനെ സംഭവിക്കും. അത്ര തന്നെ ലൈവിന്റെ തുടക്കത്തില് ഇവനൊരു വെല്ലുവിളി നടത്തുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടോക്കാം. ഇവിടെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുമായി ബന്ധപ്പെട്ട ഈ ചർച്ചാ വിഷയം ഇതിങ്ങനെ ഖണ്ഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടരട്ടെ. അതോടൊപ്പം ഈ വിഷയത്തിൽ കിതാബ് വെച്ചുകൊണ്ടുള്ള ഒരു നേരിട്ടുള്ള ചർച്ച, ആ ചർച്ചയ്ക്ക് മറുപക്ഷം തയ്യാറാണോ എന്ന് ഇതിന്റെ തുടക്കം മുതൽ ഞങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഒരു ഉത്തരം പോലും പറയാൻ മറുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു, നേർക്ക് നേരെ കിതാബ് വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ച അതിന് തയ്യാറുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. സമയവും തീയതിയും അതുപോലെ സ്ഥലവും ഒക്കെ നിശ്ചയിച്ച് നമുക്ക് നേരിട്ടുള്ള ഒരു ചർച്ച തന്നെയാകാം. പ്രതികരണം അറിയിക്കണം എന്ന് പ്രത്യേകമായി അവരെ ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക്. അപ്പോ കിതാബ് വെച്ചിട്ടുള്ള നേർക്കുള്ള ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ എന്നാണ് ഇവ മറുവിഭാഗത്തോട് ചോദിക്കുന്നത്. അപ്പോ ഇവന്റെ ചർച്ചയ്ക്ക് ആരും തയ്യാറാവില്ല. കാരണം ഒരു വാക്കിൽ സ്ഥിരത ഇല്ലാത്ത ഒരാളാണ് ഇവന്. മുജാഹിദ് വിഭാഗമാവട്ടെ ഇതിനോട് സംവാദത്തിനോ ഒരു ചർച്ചക്കൊന്നും ആരും തയ്യാറാവില്ല. നീ കെ വിഭാഗമാവട്ടെ മറ്റാരാവട്ടെ. നൗഷാദ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ലെവലാണ്. അവനെല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് അവന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കൂല, കളം മാറി ചോട്ടും. അപ്പൊ എന്തെങ്കിലും അവന് തെളിവിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ പറയും അത് അന്നത്തെ ആ കാലത്തിന് ജാഹിലിയ കാലത്തായിരുന്നു. ഇങ്ങനെ മാറ്റി മാറ്റി പറയുന്ന ഒരു ചങ്ങായിയാണ് ഇവനെ. അതുകൊണ്ട് ഇവനേറ്റ് ആരും സംവാദത്തിന് പോകില്ല. അതാണ് ഇതിന്റെ ഒരു കാര്യം. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് നൗഷാദിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഈ ഒരു കാര്യം ചെയ്യണം. അനക്ക് എൻ്റെ ഈ പരിപാടി ഉണ്ടല്ലോ, അപ്പൊ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന പരിപാടികൾ പല ഭാഗത്തും പരിപാടി സംഘടിപ്പിക്കുന്നുണ്ടല്ലോ, അത് ഒരു മുഖാമുഖം എന്നുള്ള രീതിയിൽ വെച്ചോക്കാം. എത്രമാത്രം വിജയിക്കും എന്നറിയാലോ. മുഖാമുഖം വെക്ക്. ഈ വലിയ സത്യത്തിലാണ് മശായികന്മാരാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ആളുകളുടെ സംശയങ്ങൾ ചോദിക്കട്ടെ. ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് എ പിക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരുപാട് ഡൗട്ട് ഉണ്ട്, സംശയങ്ങൾ വെച്ച് തീർത്തു കൊടുക്കുക. അതല്ലാത്ത ആളുകളുണ്ട്, ഈക്കക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്, സുന്നികളായിരിക്കുന്ന പല ആൾക്കാരുണ്ട്. മുജാഹിദ് ജമാഅത്തൊക്കെ വരും എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മുഖാമുഖം എന്ന രീതിയിൽ ഈ പരിപാടികൾ സംഘടിപ്പിക്കും. അപ്പൊ അതിന്റെ പരിപാടി വിജയിക്കും, അതിന്റെ ലൈവിലും ആളുണ്ടാകും. പിന്നെ ഞാൻ ഈ ഉത്തരം പറഞ്ഞ് പിന്നെ അതിന് മറുപടി കൊടുക്കുമ്പോൾ ആൾക്കാർ കാണാം അൻ്റെതാണ് സത്യം എന്ന് ബോധ്യപ്പെടുമല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പരിപാടിക്ക് ഒരു മുഖാമുഖം എന്നുള്ള പരിപാടി സംഘടിപ്പിക്കും. അത് എനിക്ക് പറ്റുമോ? അതെനിക്ക് ചോദിക്കാനുള്ളത്. ഇനി മറ്റൊരു വന്നില്ല, ചർച്ചയ്ക്ക് വന്നില്ല എന്ന് പറഞ്ഞാൽ നിൽക്കണ്ട. അപ്പൊ എനിക്ക് ആളെയും കിട്ടും. അതപ്പോൾ എന്നോട് എനിക്ക് നല്ല നിനക്ക് പറയാനുള്ളത്. വിശുദ്ധ ഇങ്ങനെ പറയുമ്പോൾ ഓർക്കുന്നത് എന്താ അറിയോ, ഈ ഇതേമാതിരി മുഖാമുഖം വെച്ച് നടത്തി നോക്കിന്നല്ലേ? എത്ര നടത്തി? 1 or 2 എന്തിനാ നിർത്തിയേക്കാൻ കാരണം? അപ്പൊ ഇജ്ജ് മുഖാമുഖം വെക്കൂല, എനിക്ക് അതിന്റെ പൂജ തീരും. അത് അനക്കും അറിയാം. അനക്ക് ഈ ഉടായ്പന്നെ നടക്കുള്ളൂ വെച്ചാതെ.